ഹലോ, എൻ്റെ പേര് അരുന്ധതി. അപ്പം ഞാൻ അവസാനമായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ നിലവിലുണ്ട്. അപ്പം എനിക്കൊരാഗ്രഹം യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം നമ്മൾ ആരാന്നും എന്താന്നും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നും അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സെൽഫ് ഇൻട്രോ തരാം, ഞാൻ ആരാ എന്താന്നൊക്കെ. അപ്പം എൻ്റെ പേര് അരുന്ധതി. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ജസ്റ്റ് റിസൈൻ ചെയ്തിട്ട് വേറെ കമ്പനിയിലോട്ട് കയറാൻ വേണ്ടി ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇന്ന് ബോറടിക്കുന്നു, കാരണം ഇവിടെ വേറെ ആക്ടിവിറ്റീസും ചെയ്യാനില്ല. ഹസ്ബൻഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ചുമ്മാ ഇന്ന് ബോറടിക്കുന്നുണ്ട്, നിങ്ങളോടൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. എനിക്ക് കാര്യം പറയാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം എല്ലാവരോടും കാര്യം പറഞ്ഞിരിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗും, പിന്നെ ഞാൻ എങ്ങനെയാണ് ദുബായിൽ വന്നത്, എനിക്ക് എങ്ങനെയാണ് നാട്ടിൽ നിന്ന് തന്നെ ജോലി കിട്ടി ദുബായിൽ ഞാൻ എങ്ങനെയാണ് എത്തിയത്, പിന്നെ അങ്ങനെ ഫാമിലി ലൈഫും പെട്ടെന്ന് ഈ കല്യാണം കഴിക്കുന്നവർക്കുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒത്തിരി അടുത്ത് കേൾക്കാറുണ്ട്, കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനിടെ 4 മാസത്തിനിടെ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തു, ഇത്ര വർഷം പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡിവോഴ്സായി. അപ്പം കുറച്ച് ലൈഫ് ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടാകുമ്പോൾ വന്ന് ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയി തോന്നിയ കാര്യങ്ങൾ ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കത് നല്ലതായിട്ട് തോന്നി, അത് ശരിയാണ്, നല്ല കാര്യങ്ങളാണ്. അങ്ങനെ വർക്കൗട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു ഇഷ്ടം കൂടും. നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം കൂടുതൽ സംസാരിക്കാൻ, അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരോടും പറയും. ഇപ്പോൾ പ്രേമിക്കുന്നവരാണെങ്കിലും എനിക്കും പ്രേമിക്കുന്നവരോട് ഞാൻ പ്രേമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അറേഞ്ച് കം ലവ് ആണ്. അറേഞ്ച് മാരേജ് വന്ന് വേണ്ടാന്ന് വെച്ച് അതൊക്കെ വലിയ സ്റ്റോറിയാണ്, അതൊക്കെ പിന്നെ പറയട്ടോ. അറേഞ്ച് മാരേജ് വന്ന് പിന്നെ ലവ് ഒക്കെ ആയതാണ്. പക്ഷേ എന്താണേലും ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും കല്യാണത്തിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട്, ഇന്ന കാര്യങ്ങളാണ് എൻ്റെ തെറ്റല്ല, നമ്മളെപ്പോഴും നമ്മുടെ നല്ല വശങ്ങൾ മാത്രം ഒരാളെ കാണിച്ചുകൊണ്ട് കല്യാണത്തിന് ഒരുങ്ങരുത്. ഞാനത് ഇപ്പോഴും എപ്പോഴും എല്ലാവരോടും പറയാം. നിങ്ങൾ എന്താണോ, നിങ്ങൾക്ക് ചില ഒത്തിരി ചീത്തവശങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി ചീത്തവശങ്ങളുണ്ട്, അത് ആ സമയത്ത് കാണിക്കുക. അല്ല കല്യാണം വരെ ഞാൻ അങ്ങനെയാണ്, ഞാൻ സൂപ്പറായിട്ട് അത് ചെയ്യും ഇത് ചെയ്യും, ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, വെൽ മാനേജ്ഡ് ആണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് നമ്മൾ നേരെ ഉൾട്ട കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാക്സിമം കല്യാണം കഴിഞ്ഞു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനൊരു പരിധിയുണ്ട്. ആ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാതെ വരുമ്പോൾ എന്ത് പറ്റും? എല്ലാം തകിടം പറയും, സൂപ്പറായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നമ്മൾ എന്താണോ, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലായിരുന്നു, എനിക്ക് ഇന്ന കാര്യങ്ങൾ താല്പര്യമില്ല, ഇന്ന കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ബാഡാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ശരിക്കും കൊള്ളത്തില്ല എന്നൊക്കെ പറയണം. അപ്പോൾ പറയുമ്പോൾ അവർക്കറിയാമല്ലോ. അപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ പക്ഷേ അത് പഠിച്ചോളണം. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആണ്, എങ്ങനെയാണ് നമ്മൾ കുക്കിങ്, ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ വെച്ചാൽ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഒരു 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും എന്താണ് എന്നുള്ളത്, ഞങ്ങൾ ഏത് കരിയറിൽ എത്തിയിരിക്കണം, രണ്ടുപേരുടെ കരിയറിനെ കുറിച്ചും ഒരു ആരുടെ കരിയറാണ് നല്ലത്, ഏത് ലെവലിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണം, അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്, എങ്ങനെയാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യം, ആരാണ് വീട് ക്ലീൻ ചെയ്യാൻ പോകുന്നത്, ഇതിലൊക്കെ ഞങ്ങളൊരു ധാരണ വരുത്തിയിരുന്നു. കാരണം നമ്മളിതൊരു പറഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പം ഇവനാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും, എൻ്റെ ഹസ്ബൻഡ് എല്ലാം ക്ലീൻ ചെയ്യും, എല്ലാം കട്ട് ചെയ്ത് തരും, പിന്നെ ബാത്റൂമൊക്കെ ഹസ്ബൻഡ് ക്ലീൻ ചെയ്യും, ഞാൻ തുണിയൊക്കെ കഴിയും, ആൾ അയൺ ചെയ്യും. അങ്ങനെ നമ്മളൊരു ഇപ്പം എനിക്ക് ജോലി ഇല്ലെങ്കിൽ കൂടെ ആൾ തന്നെയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ ഇതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പെൻസ് ആണെങ്കിലും രണ്ടുപേരും കൃത്യമായിട്ട് എത്ര രൂപ എക്സ്പെൻസ് ആവും, എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിലേക്ക് രണ്ടുപേരുടെയും വീട്ടിലേക്ക് അയക്കുന്നത്, വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ വീട്ടുകാർക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോകുന്നത് ആരായിരിക്കും പോകുന്നത്. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, അച്ഛനും അമ്മയ്ക്കും ഒരു വയ്യാഴിക വന്നാൽ ചിലപ്പോൾ സംടൈംസ് എല്ലാവരും എന്താ ചെയ്യുക, അവരെ ആരുടെയും കൂടെ ഏൽപ്പിക്കും. ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആരാണോ കരിയറിൽ ബെസ്റ്റ് നിൽക്കുന്നത് ആ ആള് ജോലി റിസൈൻ ചെയ്യേണ്ട. ഇപ്പം ആരാണ് നല്ല കമ്പനിയിൽ അല്ലെങ്കിൽ കുറച്ച് സാലറി ഹൈക്കുള്ളത്, എന്നാലും പ്രയോജനമുള്ള കമ്പനിയിൽ നിൽക്കുന്നത്, ആ ആള് റിസൈൻ ചെയ്യാതെ അടുത്ത ആൾ റിസൈൻ ചെയ്തിട്ട് ആരുടെ ഫാമിലിയാണ്, ഹസ്ബൻഡ് ഫാമിലിയായാലും വൈഫിൻ്റെ ഫാമിലിയായാലും പോയി നോക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ ഡിസിഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയണം, അല്ല സംസാരിക്കണം. നമ്മൾ 5 വർഷം കഴിഞ്ഞ് എന്തൊക്കെയാണ് നമ്മുടെ ഫാമിലി പ്ലാനിങ്, നിങ്ങൾക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര വർഷത്തിനുള്ളിൽ നമുക്കത് വെക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ജോലി കിട്ടി, ഇന്നലെ ഒരു ദിവസം കൊണ്ട് ജോലി കിട്ടി ദുബായ് വന്നൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് നല്ലപോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താണ് എനിക്ക് ദുബായിൽ ജോലി കിട്ടി വരുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ 1 രൂപ പോലും കൊടുക്കാതെ ദുബായിൽ ജോലി കിട്ടി വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അതിനെക്കുറിച്ചും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചും ദുബായ് ജീവിതത്തെക്കുറിച്ചും ദുബായിൽ ഗേൾസ് വരുന്നതിനെക്കുറിച്ചും ഗേൾസിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും ദുബായിൽ നമ്മൾ വന്നിട്ട് നമ്മൾ നിൽക്കാൻ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇപ്പം ജോലി തേടി വരുന്ന പെൺകുട്ടികൾ ഓട് കുറേ പേര് ട്രാപ്പിൽ പെടുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ജോലി തേടി വന്നാൽ എവിടെ നിൽക്കണം കംഫർട്ടബിൾ ആയിട്ട്, അത് മാതാപിതാക്കളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾ ജോലി തേടി ആണായാലും പെണ്ണാണെങ്കിലും വരുമ്പോൾ അവർ എവിടെയാണ് നിൽക്കുന്നത്, ഏത് ടൈപ്പ് ബെഡ് സ്പേസ് ആണ് നിൽക്കുന്നത്, അവരുടെ കൂടെ ആരൊക്കെയാണുള്ളത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര നല്ല കാര്യങ്ങളാണ്. കാരണം എൻ്റെ കൂടെ ഉള്ളവരുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് കുറച്ച് ട്രാവലൊക്കെ പെട്ടിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാന്നൊക്കെ വരുമ്പോൾ അവർ നമ്മളെ പല വേറെ കാര്യങ്ങളോട്ട് മോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ അതിലോട്ട് ഇൻവോൾവ് ആയി പോകും. അങ്ങനെ നമ്മുടെ ലൈഫ് ഒരു ട്രാജഡിയിലോട്ട് ചെന്ന് വീഴും. കാരണം നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും, ജോലിയും കിട്ടുന്നില്ല. ദുബായിൽ ജോലി കിട്ടാൻ അത്രയ്ക്ക് ഈസി അല്ല, മറ്റ് കൺട്രീസിനെ പോലെ അല്ല. നമുക്ക് ചുമ്മാ കിട്ടത്തില്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, നല്ലപോലെ നമ്മൾ കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ഇതിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ജോലി കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് നന്നായിട്ട് പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ എടുക്കുന്ന പണിക്ക് തന്നെയാണ് സാലറി കിട്ടുന്നത്. പിന്നെ അങ്ങനെ ദുബായ് ലൈഫിനെ കുറിച്ചും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ഇൻട്രോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ പറയുക, അങ്ങനെ കുറച്ച് വീഡിയോ ചെയ്യാൻ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പം ഇതാണ് എനിക്ക് ഇൻട്രോ ഒക്കെ പറയാനുള്ളത്. ഒരു നീണ്ട ഇൻട്രോ ഒന്നും ആയിപ്പോയി, 7 മിനിറ്റായി, കുറച്ച് നീണ്ട ഇൻട്രോ ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ എവിടുത്തെ കാര്യമാണോ പറയണമല്ലോ, മെയിൻ പോയിന്റ്. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. എനിക്കറിയാം, കഴിഞ്ഞപ്പോൾ കുറച്ച് നാളായി. ഹസ്ബൻഡ് ട്രിവാൻഡ്രമാണ്, ഞാൻ പത്തനംതിട്ടയിലെ ഇലവത്തിട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. മൂലൂർ സരസ്വതി മൂലൂർ സ്വപ്നം പിടിക്കറിൻ്റെ നാട്, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിയോജക മണ്ഡലം, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുള്ള അയ്യപ്പൻ്റെ നാടായ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. പത്തനംതിട്ട ജില്ലക്കാരി പ്രത്യേകം കൺസിഡറേഷൻ തന്നെ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. പിന്നെ എന്താ, ഞാൻ പഠിച്ചത് വളർന്നൊക്കെ നാട്ടിലാണ്. ഞാൻ പഠിച്ചത് വളർന്നൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാണ്, ഒത്തിശ്ശിയുടെ നിന്നാണ്. എൻ്റെ അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരുന്നു. അമ്മ അവിടെ IT പഠിപ്പിക്കുകയാണ്, സിവിൽ. 5 ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ ചെറിയ ഓരോ ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. പിന്നെ എനിക്ക് അനിയനാണുള്ളത്. എൻ്റെ അനിയനിപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് അച്ഛൻ അമ്മ ചേട്ടൻ ആണുള്ളത്. ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഇവിടെ ആയിരുന്നു. അമ്മ ഇവിടെ അയ്യോ എന്തായിരുന്നു മറന്നുപോയല്ലോ. അച്ഛന് ഇവിടെ സിവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ ഇവിടെ നമ്മുടെ ഇതിൻ്റെ എന്താണെന്ന് പറയുന്നത്, പ്രവാസികളുടെ, ഞാൻ മറന്നുപോയി. പക്ഷെ അമ്മ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, സെക്രട്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറേ നാൾ ലീവൊക്കെ എടുത്ത് ഇവിടെ ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് വളർന്നതും പഠിച്ചതും കുറേയൊക്കെ ഇവിടെയാണ്, ബാക്കി നാട്ടിലാണ്. ഹസ്ബൻഡ് വീട്ടുകാരാണെങ്കിലും ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ടച്ച് ആ കാര്യത്തിൽ നമ്മൾ ചെന്ന് കയറുന്നവിടെ കൂടെ നന്നായെങ്കിലല്ലേ നമുക്കൊരു നല്ല ഇത് വരത്തുള്ളൂ. പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മളെ വീട്ടിൽ എത്ര രാജകുമാരിയാണെന്ന് പറഞ്ഞാലും, എല്ലാ വീട്ടിലും നമ്മൾ രാജകുമാരിമാരാണ്. അപ്പം നമ്മൾ എത്ര രാജകുമാരിയായി എത്ര ടോപ്പിലാണ് വളർന്നതെന്ന് പറഞ്ഞെങ്കിൽ കൂടെയും നമ്മൾ ചെന്ന് കയറുന്ന ഇടത്തൂടെ നമ്മൾ കുറച്ചെങ്കിലും അംഗീകരിക്കപ്പെടുകയും നമുക്ക് സമാധാനം നൽകി നമ്മളൊരു കൺസെൻട്രേഷൻ കിട്ടുക, അല്ലെങ്കിൽ നല്ലൊരു അമ്മയെ കിട്ടുകയൊക്കെ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഗേൾസിൻ്റെ ലൈഫ്, കാരണം ഒരു പാതി ലൈഫാണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പെൺകുട്ടികൾക്ക്, ബാക്കി മരിക്കുന്നവരെ ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡ് വീട്ടുകാരും അതിൽ ഇൻവോൾവ് ആണ്, നമുക്കതിൽ മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ടച്ചോടെ എനിക്ക് കിട്ടിയ ഫാമിലി ഭയങ്കര ഒരു അച്ഛനും അമ്മയാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. മെയിൻ തിങ് 2 ആൺകുട്ടികളാണ്. പെട്ടെന്നൊരു പെൺകുട്ടി വരുമ്പോൾ പെൺകുട്ടികളോട് ഇഷ്ടമായിരിക്കുമല്ലോ ആൾക്കാർ, ആൺകുട്ടികളില്ലാത്ത ഫാമിലിയിൽ. അപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ വെള്ളിക്കാട്ടി ഇരിക്കുക സ്നേഹവും സന്തോഷവും സുഖവുമാണ് ഗൈസ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ. കാരണം ഞാൻ അവിടെ ചെന്നുണ്ടല്ലോ, അവിടെ അധികം പണിയൊന്നും എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കൂടെ അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ കിച്ചണിൽ കയറുകയാണെങ്കിൽ തന്നെ ഞാനെല്ലാം കുക്ക് ചെയ്യാൻ എല്ലാം എനിക്കറിയുമ്പോൾ ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഹസ്ബൻഡ് അച്ഛൻ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും, ഫിഷൊക്കെ കഴുകി തരും, ഞാൻ എന്നെ സ്മെല്ലാകണ്ടെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എല്ലാം പാത്രം കഴുകി തരും, എല്ലാം കട്ട് ചെയ്ത് തരും. എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ അടുത്ത് നിന്ന് ഇത് കുക്ക് ചെയ്യുക മാത്രമാണ്, ബാക്കി എല്ലാ പണി എല്ലാവരും ചെയ്യും. പിന്നെ തുണിയൊക്കെ കഴുകുന്നൊക്കെ ആണെങ്കിലും ഇപ്പം വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു അച്ഛൻ കൊണ്ട് വിരിച്ചൊക്കെ ഇടും, മടക്കി കൊണ്ട് തരും. ടച്ച് ഇതൊന്നും പറയാൻ പാടില്ല, കണ്ണ് കിട്ടുമെന്ന് പറയില്ലേ. ഞാൻ ഇവിടെ അതിനോട് അങ്ങനെ പറയത്തില്ല, കണ്ണ് കിട്ടുന്നുള്ള പേടിയാണ്. എനിക്കല്ല പേടി, എൻ്റെ അമ്മയ്ക്കാ പേടി. അമ്മ പറയും നീ ഇങ്ങനെ നാട്ടുകാരോടല്ലേ ഇങ്ങനെ പറഞ്ഞു നടക്കരുത്, എന്താ കണ്ണ് കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുക. എനിക്കറിയില്ല, ബട്ട് എൻ്റെ എല്ലാ കാര്യത്തിലൂടെ ഞാൻ കുറച്ച് ലക്കിയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ എല്ലാം പണി ചെയ്യണം. നമ്മൾ ആ കൂടെ ഗൾഫിൽ നിന്ന് ഒരു പാട്ട് നമ്മുടെ ആ കൂടെ ഗൾഫിൽ നിന്ന് ഒരു മാസമൊക്കെ ലീവിന് ഒന്ന് സമാധാനമായിട്ടിരിക്കാനും എങ്ങനെയെങ്കിലും ഒന്ന് ചില്ലായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടിലോട്ട് ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോഴോ എൻ്റെ അമ്മ ഞാൻ നാട്ടിൽ ചെന്നിട്ടുള്ള റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്. മൊത്തം പണിയും ചെയ്യണം ഗൈസ്, മൊത്തം പണിയും ചെയ്യണം. കുറേ മുറിയും അതും ഇതെല്ലാം തൂത്തുമാരിയും ക്ലീൻ ചെയ്തു. എൻ്റെ കല്യാണത്തിനാണ് ഞാൻ അവിടെ മൊത്തം ക്ലീൻ ചെയ്ത്, എൻ്റെ മുഖം മൊത്തം പിമ്പിളായി. എൻ്റെ കല്യാണത്തിന് ഞാൻ കരഞ്ഞ് വിളിച്ച് നല്ല രസമായിരുന്നു.
കെട്ടി കല്യാണം കഴിച്ച് ചെയ്യുന്നവരാണ് എനിക്ക് കുറച്ച് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ വീട്ടിലെല്ലാവരും ഭയങ്കര സ്നേഹമാണ്. സ്നേഹമാണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് വന്നു കയറുന്ന നമ്മളോട് ഭയങ്കര സ്നേഹം അതൊന്നുമല്ല. ഒരു നമ്മുടെ വീട്ടിലെ ഒരാളായിട്ട് തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു. അല്ലാതെ ഒരാൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൾ വന്നില്ല ഇനി പോലും അവൾ ഏറ്റെടുത്തോട്ടെ, അങ്ങനെ രീതിയൊന്നുമല്ല. ഇപ്പം ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രശ്നമേ അല്ല അത്. അവർ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്കുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ ആണെങ്കിൽ ഞാനിപ്പോൾ മൊത്തം കാര്യം പറഞ്ഞ് ഒറ്റ വെച്ചുപടിയോടെ എൻ്റെ എല്ലാ പരിപാടി നിർത്തേണ്ടി വരും. ഗൈസ് സ്റ്റോപ്പ് ചെയ്യാണ്, സ്റ്റോപ്പ്, ആദ്യം കൂടെ സ്റ്റോപ്പ്. അപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ പേര് അരുന്ധതി, ഇന്ദു എന്ന് വിളിക്കും. എന്നെ എല്ലാവരും ഇന്ദു എന്നുള്ള പേരാണ് അറിയുന്നത്. സോ ഞാൻ ഇന്ദു അരുന്ധതിയാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്. വെറൈറ്റി നെയിമല്ലേ, സെർച്ച് ചെയ്താൽ എൻ്റെ അക്കൗണ്ട് അല്ലാതെ ഒരു അക്കൗണ്ട് കൂടെ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു വെറൈറ്റി പേരിട്ടു, ഇന്ദു അരുന്ധതി. ഹസ്ബൻഡ് എന്നെ ആദ്യമോളെന്ന് വിളിക്കും, അച്ഛൻ എന്നെ ഓമനമോളെന്ന് വിളിക്കും, അമ്മ എന്നെ ഇന്ദു കുഞ്ഞെന്ന് വിളിക്കും, ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാം ആദ്യം വിളിക്കും. അങ്ങനെ കുറേ പേരുണ്ട്, കുറേ പേരുള്ള ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ. വലിയ തടിച്ചി കുട്ടിയാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഒരു എൻകറേജ്മെൻ്റ് ഒക്കെ വരുമല്ലോ, വെയിറ്റ് ലോസ് വെക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാൾ നാട്ടിൽ ഇവിടെ ഇരുന്നിട്ട് അതായത് ഞാൻ ശരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ കഥയൊക്കെ പറയാം. എനിക്കൊന്ന് മിസ്കാരേജ് ഒക്കെ ആയി ഒരു 5th മന്തിൽ. അതിപ്പോൾ 3 മാസത്തോളമായത് സംഭവിച്ചിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ട്രോമയിൽ നിന്ന് കവർ ചെയ്ത് ഇപ്പം ഞാൻ ഓക്കെയാണ്. മാക്സിമം ഞാൻ ഓക്കെ ആയിട്ട് ഇരുന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ കുറേ ജേർണി ഉണ്ട്. അപ്പോൾ ഒരു ടൈമിൽ എനിക്ക് നല്ലപോലെ ഇപ്പോൾ വെയിറ്റ് കൂടി. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക, എൻകറേജ്മെൻറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. കുറേ പേര് ചേച്ചി വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ വെയിറ്റൊക്കെ കുറയ്ക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കാം. പക്ഷെ മടിയാകട്ടോ, മടി കണ്ടുപിടിച്ചതേ ചിലപ്പോൾ ഞാൻ ആലോചിക്കും ഞാനാണ്. നിങ്ങൾക്കറിയില്ല എന്നെക്കുറിച്ച്, ഇനി നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും എന്നെക്കുറിച്ച്. സോ മൈൻഡപ്പ് ചെയ്യാം. ദുബായിൽ ഇപ്പോൾ സമയം 6:30 പക്ഷേ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. നല്ല വെട്ടമില്ലേ? ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ 7:30 സോ ദുബായ് വിശേഷങ്ങളും ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ വിശേഷങ്ങളും എല്ലാമായിട്ട് ഓരോരോ ബ്ലോഗായിട്ട് അടുത്ത് വരാം. ബൈ ബൈ.